ഹായ് ഓൾ, ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്താണെങ്കിൽ നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചോറ് വെക്കാനുള്ള അരി കഴുകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ രാവിലെ തന്നെ ഞാൻ ചോറ് വെക്കും കേട്ടോ. മോൾക്ക് ചോറ് വേണം, 3 നേരവും ചോറിന് കഴിക്കുള്ളൂ, പലഹാരം കഴിക്കില്ല കേട്ടോ. പിന്നെ നമുക്കിവിടെ എല്ലാത്തിനും പുറത്ത് തന്നെ വരണം, പാത്രം കഴുകാനാണെങ്കിലും അതുപോലെ തന്നെ വെള്ളം പിടിക്കാനും എല്ലാത്തിനും. അപ്പോൾ പിന്നെ അരി കഴുകി ഇതേ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അലക്കാനുള്ള തുണികൾ ഞാൻ അപ്പം തന്നെ രാവിലെ നേരത്തെ തന്നെ മുക്കി വെക്കും കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ അലക്കും ചെയ്യുവേ. പിന്നെ ഇത് അതെല്ലാം മുക്കി വെച്ച ശേഷം ഞാൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കും കുട്ടികൾക്കുള്ള ചായ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ബ്രൂ പാക്കറ്റാണ് കേട്ടോ വാങ്ങുന്നത്. ഡപ്പിയിൽ വാങ്ങിച്ച് എനിക്ക് പെട്ടെന്ന് കട്ടയാവുന്ന പോലെ തോന്നും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പാക്കറ്റാണ് വാങ്ങുന്നത്. പിന്നെ അതേ ചോറിന് മുകളിൽ തന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടോ. ഇവിടെ കുടിക്കാനുള്ള വെള്ളവും കുളിക്കാനുള്ള വെള്ളവും എല്ലാം ഞാൻ ഇതുപോലെ ചോറിന് മുകളിൽ വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, ചോറ് വേകുന്നതിൻ്റെ ഒപ്പം ചൂടാവുകയും ചെയ്യും. നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ അടുപ്പ് കത്തിക്കാത്തതുകൊണ്ട് എനിക്ക് ഒരു ഗ്യാസ് കുറ്റി 1 മാസം എത്തുള്ളൂ കേട്ടോ. പിന്നെ അതേ ഞാൻ രാവിലേക്ക് കുറച്ച് വെണ്ടയ്ക്ക് ഉപ്പേരി വെക്കാമെന്ന് വെച്ച്, കുറച്ചേ ഉള്ളൂ കേട്ടോ. മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതേ ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് വന്നു. അപ്പോൾ ഇപ്പം മഴയൊക്കെ പെയ്തു പോണതുകൊണ്ട് നല്ല രസമാണല്ലേ പൂച്ചെടികളെല്ലാം കാണാൻ. അപ്പോൾ അതേ റോസ് ചെടിൻ്റെ അടുത്തൊക്കെ വന്നു. പിന്നെ ഇത് വന്നിട്ട് മുരിങ്ങയാണ് കേട്ടോ. ഇതിൽ പൂവിട്ടിട്ടുണ്ട്, കുഞ്ഞു തൈയാണ്, അപ്പോൾ നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വെണ്ടയ്ക്ക നോക്കാൻ വേണ്ടി വന്നാണ്. അപ്പോഴേക്കും ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലേശം ഉപ്പിട്ടു. ഇത് എളുപ്പം ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ വെണ്ടയ്ക്ക, നമുക്ക് പെട്ടെന്ന് ആവാൻ പറ്റും. അങ്ങനെ ഇത് ഞാൻ കുറച്ച് നേരം അത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇത് വീണ്ടും മഴ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും വെണ്ടയ്ക്ക ആയിട്ടുണ്ട്. അപ്പോഴേക്കും അതിൽ ഞാൻ ലേശം മുളക് പൊടി ഇട്ടു കേട്ടോ. മോൾക്കായതുകൊണ്ട് വലിയ എരിവ് വേണ്ട, അപ്പോൾ ലേശം മുളക് പൊടി ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. അങ്ങനെ ഞാനിത് അലക്കിയിട്ട് തുണികളെല്ലാം വേഗം വിരിച്ചിടാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പോയതിന് ശേഷം ഉണ്ടോ ഞാൻ തുണികളെല്ലാം വിരിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോഴേക്കും ഞാൻ ക്ലീനിങ്ങിന് തുടങ്ങിയിട്ട് രാവിലെ അടിച്ചു വിട്ടു. പിന്നെ വേഗം റൂമൊക്കെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അടുക്കളയിൽ വന്ന് അടുപ്പത്തിട്ടെല്ലാം തുടച്ചു. ഇത് അടുപ്പത്തിട്ടാണ് കേട്ടോ, നമ്മൾ അടുപ്പത്തിട്ടിൻ്റെ മുകളിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ അടുപ്പ് കത്തിക്കാൻ പറ്റില്ല. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വിറകൊന്നും വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അടുപ്പ് കത്തിക്കാത്തത്. പിന്നെ നമുക്ക് ഈ ഗ്യാസ് വേറെ എവിടെയും വെക്കാനും സൗകര്യമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുവരാൻ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു, മോൾ പോണതിന് മുന്നേ എല്ലാം കുളിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാനും മോളും കൂടെ കുറച്ച് നേരം ഫ്രണ്ടിലൊക്കെ വന്ന് നിന്നു കേട്ടോ. ഈ കാശുതുമ്പിയിൽ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ പൂക്കൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു കുഞ്ഞു കിളി വെള്ളത്തിൽ കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മോളുടെ ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ മോൻ ടാറ്റ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മോൾ ടാറ്റയിലെല്ലാം നിന്ന് മോൾ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ രാവിലത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എൻ്റെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നാളെ കാണാൻ. ടാറ്റ, ബൈ ബൈ, സീ യു.